നമുക്ക് പഠിക്കാനുള്ള അടുത്ത പോർഷനാണ് ജനറ്റിക് കോഡ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ട്രാൻസ്ക്രിപ്ഷനാണ്, പ്രോസസ്സ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ്റെ ഫലമായിട്ട് നമുക്കൊരു പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റിനെ കിട്ടും. ദെൻ ദിസ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് അണ്ടർഗോ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് ടു ഫോം mRNA. Genetic code means the sequence of nitrogen bases in the mRNA. അതാണ് നമ്മൾ ജനറ്റിക് കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ നൈട്രജൻ ബേസസിൻ്റെ സീക്വൻസ് അഡിനൈൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിനല്ല യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നൈട്രജൻ ബേസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ സീക്വൻസ്, അതിൻ്റെ ഓർഡർ ഇസ് ഹൈലി സ്പെസിഫിക് ഫോർ ഈച്ച് RNA. ഓരോ RNAകൾക്കും ഹൈലി സ്പെസിഫിക് ആയിരിക്കും. അപ്പോൾ ഈ നൈട്രജൻ ബേസാണ് ഏത് പ്രോട്ടീനാണ് ഉണ്ടാവേണ്ടതെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദിസ് നൈട്രജൻ സീക്വൻസ് ഓഫ് നൈട്രജൻ ബേസസ് ഡിറ്റർമിൻസ് ദ കൈൻഡ് ഓഫ് പ്രോട്ടീൻസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ RNAയിലെ ബേസസിൻ്റെ ഓർഡർ, അതാണ് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. ജോർജ് ഗെമോ, ഒരു ഫിസിസിസ്റ്റ്, who argued that since there are only 4 bases and if they have to code for 20 amino acids, code should constitute a combination of bases. അതായത് ടോട്ടലി there are 4 bases. അഡിനൈൻ, RNAയിലാണ് പറയുന്നത്, അഡിനൈൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഇങ്ങനെ 4 ബേസസേ RNAയിലുള്ളൂ. പക്ഷേ അമിനോ ആസിഡ് എത്ര ഉണ്ട്? 20 അമിനോ ആസിഡ് ഉണ്ട്. അതായത് 4 ബേസസും 4 bases ഫോർ കോഡിങ് 20 അമിനോ ആസിഡ്. 20 അമിനോ ആസിഡ്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ ആകെ 4 ബേസസേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കണം ഈ കോഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഷുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കോമ്പിനേഷൻ ഓഫ് ബേസസ്. അപ്പോൾ ഇത് കോമ്പിനേഷൻ ഓഫ് ബേസസ് ആയിരിക്കാം. എന്നാലേ ഈ 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ ഈ 4 ബേസസ് കൊണ്ട് സാധിക്കുകയുള്ളൂ. ഹി suggested that in order to code for all 20 amino acid, the code should be made up of 3 nucleotides. അപ്പോൾ ഈ കോഡ് 3 nucleotides ഈച്ച് ആണെന്ന്. 3 ന്യൂക്ലിയോടൈഡ്സ് ആണ് ഒരു കോഡോൺ എന്ന് പറയുന്നത്. ഈച്ച് കോഡോൺ കോഡ്സ് ഫോർ എ പെർട്ടിക്കുലർ അമിനോ ആസിഡ്. അങ്ങനെ 20 അമിനോ ആസിഡ്. ദിസ് വുഡ് ജനറേറ്റ് 64 കോഡോൺസ്. അതായത് പ്രോബിലിറ്റി വെച്ചാണ് പറയുന്നത്. 4⁻3, 4 ബേസസ്, 3 ബേസസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ പെർട്ടിക്കുലർ കോഡോൺ. അപ്പോൾ അങ്ങനെ 20 അമിനോ ആസിഡ്സിന് 3 ബേസസ് ഉള്ള ഒരു കോഡോണാണ് ഓരോ അമിനോ ആസിഡിനും. 20 അമിനോ ആസിഡിലെ ഓരോ അമിനോ ആസിഡിനും 3 ബേസസ് കൂടിയുള്ള ഒരു കോഡോണാണ് പോസിബിൾ എന്നാണ് ജോർജ് ഗെമോ പറയുന്നത്. അപ്പോൾ ആകെ 64 കോഡോൺസ് ഉണ്ട്. 64 കോഡോൺസ് എന്ന് പറയുമ്പോൾ അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ മക്കളെ പറയുന്നത്? അതായത് ആകെ 20 അമിനോ ആസിഡ്, ഓരോ അമിനോ ആസിഡിനെയും കോഡ് ചെയ്യാൻ 3 ന്യൂക്ലിയോടൈഡ്സ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 64 കോഡോൺസ് പോസിബിളാണ്. 64 കോഡോൺസ് എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ 4⁻3. 4 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നൈട്രജൻ ബേസസ്. അത് 4 അല്ലേ? അഡിനൈൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ, അതാണ് 4 എന്ന് പറയുന്നത്. ആ 4 എണ്ണം. ⁻3. ഇനി ആ 3 വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോഡോൺ എന്ന് പറഞ്ഞാൽ 3 നൈട്രജൻ ബേസസ് ആണെന്ന് പറഞ്ഞു. എ സിംഗിൾ കോഡോൺ ഇസ് കോൺസ്റ്റിറ്റ്യൂട്ട് 3 നൈട്രജൻ ബേസസ്. അപ്പോൾ അതാണ് 3. അപ്പോൾ 4⁻3 നോക്കുമ്പോൾ 64 കോഡോൺസ് ആർ പോസിബിൾ ഫോർ കോഡിങ് 20 അമിനോ ആസിഡ്സ്. ഇത്രയുമാണ് ജോർജ് ഗെമോ ഒക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി പ്രൊവൈഡിങ് പ്രൂഫ് ദാറ്റ് കോഡോൺ വാസ് എ ട്രിപ്ലെറ്റ് വാസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ ഈ ട്രിപ്ലെറ്റ് ആണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ളൊരു സംഗതിയല്ല. 64 കോഡോൺസിനെ കണ്ടുപിടിച്ച ആ ഓരോ കോഡോണും ഏത് അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്. പിന്നെയും പറയുന്നു, ആകെ 4 mRNAയിൽ ആകെ 4 നൈട്രജൻ ബേസസ്, 3 നൈട്രജൻ ബേസസ്, ഒരു കോഡോൺ കോഡ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡിനെ. പറയുന്നത് മനസ്സിലാവുണ്ടോ? ഒരു കോഡോൺ കോഡ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡിനെ. അങ്ങനെ നോക്കുമ്പോൾ 64 കോഡോൺസ് ആർ പോസിബിൾ ഫോർ 20 അമിനോ ആസിഡ്സ്. അപ്പോൾ ആകെ 20 അമിനോ ആസിഡേ ഉള്ളൂ, 64 കോഡോൺസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ ദർ ആർ മോർ ദാൻ 1 കോഡോൺ. എ സിംഗിൾ അമിനോ ആസിഡ് ക്യാൻ ബി കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. ഒരു അമിനോ ആസിഡിന്
ഒന്നിലധികം കോഡോൺ പോസിബിളാണ്. കാരണം 20 അമിനോ ആസിഡേ ഉള്ളൂ, 64 കോഡോൺസ് ഉണ്ട്. ഓക്കെ. ദെൻ ഹർഗോബിന്ദ് ഖൊറാന ഡെവലപ്ഡ് എ കെമിക്കൽ മെത്തേഡ് ഫോർ സിന്തസൈസിങ് RNA മോളിക്യൂൾ വിത്ത് ഡിഫൈൻഡ് കോമ്പിനേഷൻ ഓഫ് ബേസസ്. അതായത് ഹർഗോബിന്ദ് ഖൊറാനയ്ക്ക് നൊബൽ പ്രൈസൊക്കെ കിട്ടിയ ഒരു അച്ചീവ്മെൻ്റ് ആണത്. ഒരു RNA മോളിക്യൂളിനെ സിന്തസൈസ് എടുത്തു, കെമിക്കൽ മെത്തേഡ്. RNA മോളിക്യൂളിനെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് സിന്തസൈസ് ചെയ്തെടുക്കാൻ ഹർഗോബിന്ദ് ഖൊറാനയ്ക്ക് സാധിച്ചു. ഇനി മാർഷൽ നിരൻബർഗ് എന്ന് പറയുന്ന വേറൊരു സയൻറ്റിസ്റ്റ് സെൽഫ് ഫ്രീ സിസ്റ്റം ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഫൈനലി ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ ജനറ്റിക് കോഡ്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസിനെ സെൽഫ് ഫ്രീ സിസ്റ്റത്തിൽ, അതായത് ഔട്ട്സൈഡ് ദ സെൽ, മാർഷൽ നിരൻബർഗ് പ്രോട്ടീൻ സിന്തസിസ് പെർഫോം ചെയ്തു. അതായത് പ്രോട്ടീൻ സിന്തസിസ് കാണിച്ചു തന്നു. എവിടെ? ഔട്ട്സൈഡ് ദ സെൽ, സെല്ലിന് പുറത്ത് വെച്ച് പ്രോട്ടീനെ സിന്തസൈസ് ചെയ്ത് കാണിച്ചു തന്നു. അപ്പോൾ കുറച്ചും കൂടി ആ ബേസിസിൻ്റെ കോമ്പിനേഷൻ, അതുപോലെ ജനറ്റിക് കോഡിനെ കുറിച്ചൊക്കെ കുറച്ചും കൂടി ഐഡിയ ഈ ഫൈൻഡിങ്സിൽ നിന്ന് നമുക്ക് കിട്ടി. സെവറോ ഒക്കായ എൻസൈം, അതിന് എൻസൈമിൻ്റെ ഒരു പേരാണ്. അതിൻ്റെ പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറൈലേസ് വാസ് ഓൾസോ ഹെൽപ്ഫുൾ ഇൻ പോളിമറൈസിങ് RNA വിത്ത് ഡിഫൈൻഡ് സീക്വൻസസ്. അതായത് ഈ എൻസൈമും എന്തിനു സഹായിച്ചു? RNA സിന്തസൈസ് ചെയ്യാൻ. നമുക്ക് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഇന്ന സീക്വൻസുകളുള്ള ഒരു RNA നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് സഹായിച്ച എൻസൈമാണ് പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറൈലേസ്. ഫോസ്ഫോറൈലേഷനാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഫോസ്ഫോറൈലേസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ mRNA വിച്ച് കണ്ടെയ്ൻസ് ദ ഇൻഫർമേഷൻ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇസ് നോൺ ആസ് ജനറ്റിക് കോഡ്. അപ്പോൾ mRNAയിലുള്ള നൈട്രജൻ ബേസിസിൻ്റെ സീക്വൻസ് that determines the protein to be formed, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ A, U, G, C, A, C, A, C, C, G ഇങ്ങനെ പോകുന്ന ഒരു mRNA ആണെന്ന് വിചാരിക്കാം. അതിലെ നൈട്രജൻ ബേസിൻ്റെ സീക്വൻസ് ഇത് വളരെ പെർട്ടിക്കുലറാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഒരക്ഷരം മാറി അല്ലെങ്കിൽ ഒരു നൈട്രജൻ ബേസ് മാറി വേറൊരു നൈട്രജൻ ബേസ് വന്നാൽ പോലും അത് മ്യൂട്ടേഷനാണ്. എക്സാമ്പിൾ നമ്മൾ പഠിച്ചു, സിക്കിൾ സെൽ അനീമിയ പോലെ. അങ്ങനെ പലതരത്തിലുള്ള ഡിഫക്റ്റ് ഉണ്ടാവാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നൈട്രജൻ ബേസിനെ നമ്മൾ റീഡ് ചെയ്യുന്നത് mRNAയിലെ നൈട്രജൻ ബേസാണ്. അതിനെ നമ്മൾ റീഡ് ചെയ്യുന്നത് 3 നൈട്രജൻ ബേസ് ഈച്ച് ആണ്. 3 നൈട്രജൻ ബേസ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, 3 നൈട്രജൻ ബേസ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 നൈട്രജൻ ബേസിനെയാണ് ഒരു കോഡോൺ എന്ന് പറയുന്നത്. 3 നൈട്രജൻ ബേസസ് കോഡ്സ് ഫോർ എ സിംഗിൾ കോഡോൺ. ഇതൊരു കോഡോൺ, നെക്സ്റ്റ് കോഡോൺ, ഇതടുത്ത കോഡോൺ, അങ്ങനെ പോകും. 3 നൈട്രജൻ ബേസസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ കോഡോൺ. മനസ്സിലായില്ലേ? ദ ജനറ്റിക് ഇൻഫർമേഷൻ ഇസ് റിട്ടൺ ഇൻ എ കോഡഡ് ലാംഗ്വേജ് ഇൻ ദ ഫോം ഓഫ് എ ട്രിപ്ലെറ്റ് കോഡോൺ. 3 ലെറ്റർ കോഡാണ് എന്ന് ഞാൻ പറഞ്ഞു. ദ സീക്വൻസ് ഓഫ് 3 ബേസസ് ഡിറ്റർമിൻ ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഇൻ ദ കോഡോൺ. അപ്പോൾ എങ്ങനെയാണോ സീക്വൻസ് വരുന്നത് അതിനനുസരിച്ചായിരിക്കും അമിനോ ആസിഡ് സീക്വൻസും വരിക. ഇതിൽ കോഡോൺ കാണിച്ചു തന്നുണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ഡയഗ്രം തന്നെയാണ്. ഈ ഡയഗ്രത്തിൽ അത് ഓരോന്നിൻ്റെയും അമിനോ ആസിഡിൻ്റെ പേര് ഇതിൽ എക്സ്ട്രാ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എഴുതി വയ്ക്കാം. 20 അമിനോ ആസിഡ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. അലാനിൻ, ആർജിനിൻ, അതായത് ടെക്സ്റ്റിലെന്ന് പറഞ്ഞാൽ ഫിനൈൽ അലാനിൻ എന്നുള്ളതിന് PHE മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ ഫിനൈൽ അലാനിൻ എന്താണ്, PHE അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റിൻ്റെ സൈഡിൽ എഴുതി വയ്ക്കാവുന്നതാണിത്. അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ കോഡോണും ഓരോ പെർട്ടിക്കുലർ അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്. നമുക്കറിയാം. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ UUU, UUC 2 കോഡോണാണ്. രണ്ടും കോഡ് ചെയ്യുന്നത് ഫിനൈൽ അലാനിന്. പിന്നെ UUA, UUG അത് രണ്ടും കോഡ് ചെയ്യുന്നത് ല്യൂസീന്. UUC, UCC, UCA, UCG അത് സെറീൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ്. അങ്ങനെ ഓരോ അമിനോ ആസിഡും UAU, UAC, ടൈറോസിൻ, ടയർ എഴുതിയിട്ടുണ്ടല്ലേ, UGU, UGC, സിസ്റ്റീൻ. നിങ്ങൾക്കിപ്പോൾ ഈ ഡയഗ്രാം ഇതിൽ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള സെയിം ഫിഗറാണ്, നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ ടേബിൾ ശ്രദ്ധിച്ച് നോക്കിയേ. ഈ ടേബിളിലൊരു പ്രത്യേകതയുണ്ട്. ചില അമിനോ ആസിഡ് ബോൾഡായിട്ടും ഒരു കോഡോൺ, ചില കോഡോൺസ് ബോൾഡായിട്ടും ഒരു കോഡോൺ മാത്രം റെഡ് കളറിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്.
AUG ആണ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. അമിനോ ആസിഡിൻ്റെ പേര് മെറ്റ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. മെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 13th വൺ നോക്കിയേ, മെഥിയോണിൻ. അതായത് AUG എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാർട്ട് കോഡോൺ ഓർ ഇനീഷ്യേറ്റർ കോഡോൺ. AUG ആയിരിക്കും എല്ലാ mRNAകളുടെയും ഫസ്റ്റ് കോഡോൺ. അപ്പോൾ ഉണ്ടാവുന്ന എല്ലാ പ്രോട്ടീൻ്റെയും ഫസ്റ്റ് അമിനോ ആസിഡ് ആരായിരിക്കും? മെഥിയോണിൻ ആയിരിക്കും. മനസ്സിലായോ? നമ്മുടെ ഉണ്ടാവുന്ന ഏത് RNA എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഫസ്റ്റ് കോഡോൺ വിൽ ബി AUG. ആസ് എ റിസൾട്ട് the first amino acid in every protein will be methionine because AUG codes for methionine amino acid. AUG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഥിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്. അതുപോലെ ഇനി ബോൾഡായിട്ട് കാണുന്നതാണ് അടുത്തതാണ് UAA, UAG, UGA. കാണുന്നുണ്ടോ? ഉവാഗ് യുഗ എന്നോർത്താൽ മതി. അതെപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇനീഷ്യേറ്റർ കോഡോൺ ഏതാണ്? സ്റ്റോപ്പ് കോഡോൺ ഏതാണ്? ഈ പറഞ്ഞ 3 ഈ ബ്ലാക്ക് കളർ ബോൾഡായിട്ട് കാണുന്ന 3 സ്റ്റോപ്പ് കോഡോൺ. അവിടെ സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് UAA, UAG, UGA. അതിനെയാണ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ടെർമിനേറ്റർ കോഡോൺ എന്ന് പറയും. ടെർമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എൻഡിങ്. ദാറ്റ് ദീസ് 3 കോഡോൺസ് ഡസ് നോട്ട് കോഡ് ഫോർ എനി അമിനോ ആസിഡ്. ഈ 3 കോഡോണും അമിനോ ആസിഡിനെ ഒന്നും കോഡ് ചെയ്യുന്നില്ല. അതായത് mRNAയിൽ ഈ 3 സീക്വൻസ് ഏതെങ്കിലും 3 ഒരുമിച്ച് വരുന്നല്ല പറയുന്നത്. mRNAയിലെ ലാസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ഈ 3 ഏതെങ്കിലും ആയിരിക്കും. ദാറ്റ് ഡിറ്റർമിൻസ് ദ ടെർമിനേഷൻ. ഇനി mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ആ ട്രാൻസ്ലേഷൻ്റെ ടെർമിനേഷനാണ് പറയുന്നത്. ആ ട്രാൻസ്ലേഷൻ നടക്കുമ്പോൾ അതിനൊരു എൻഡ് വേണമല്ലോ. നമ്മൾ ട്രാൻസ്ക്രിപ്ഷനിൽ ഒരു ടെർമിനേഷൻ കണ്ടു. അതുപോലെ ഈ ട്രാൻസ്ലേഷൻ പ്രോട്ടീൻ സിന്തസിസ് നടക്കുമ്പോൾ അതിനൊരു എൻഡ് വേണം, എൻഡിങ് വേണം. ആ എൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാൻ കാരണം ബിക്കോസ് ഓഫ് ദിസ് സ്റ്റോപ്പ് കോഡോൺസ് ഓർ ടെർമിനേറ്റർ കോഡോൺസ്. UAA, UAG, UGA. അത് ഓർക്കാൻ എളുപ്പമാണ് പറഞ്ഞത്. ഉവാഗ് യുഗ എന്നോർത്താൽ മതി. ദീസ് ആർ നോൺ ആസ് ദ സ്റ്റോപ്പ് കോഡോൺസ് ഓർ ടെർമിനേറ്റർ കോഡോൺസ്. അപ്പോൾ ഇതിലെ ഈ കോഡോൺസ് കാണാതെ പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? AUG സ്റ്റാർട്ട് കോഡോണും UAA, UAG, UGA സ്റ്റോപ്പ് കോഡോൺസുമാണ്. ബാക്കി എല്ലാ കോഡോണും അതിൻ്റെ അമിനോ ആസിഡും കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല. ഈ 4 കോഡോൺ പഠിച്ചിരിക്കണം. ഈ 4 കോഡോൺ എന്താണ്, അത് എന്തിനെയാണ് കോഡ് ചെയ്യുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി ജനറ്റിക് കോഡിൻ്റെ സാലിയൻ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന അമിനോ ആസിഡുകളാണ് കേട്ടോ. അലാനിൻ, ആർജിനിൻ, അസ്പാർജിൻ, അസ്പാർട്ടിക് ആസിഡ്, സിസ്റ്റീൻ, ഗ്ലൂട്ടാമിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൈസിൻ, ഹിസ്റ്റഡിൻ, ഐസോലൂസിൻ, ലൂസിൻ എന്നൊക്കെ പറഞ്ഞ 20 അമിനോ ആസിഡ്സിൻ്റെ പേരാണ് ഈ തന്നിരിക്കുന്നത്. അടുത്ത വരുന്നതാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ്. അപ്പോൾ ഈ ജനറ്റിക് കോഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mRNAയിലെ നൈട്രജൻ ബേസിൻ്റെ സീക്വൻസ്. അതാണ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ, അതിൻ്റെ പാറ്റേൺ. ആ ഓർഡറാണ് എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ആ ഓർഡറാണ് mRNAയിലെ നൈട്രജൻ ബേസിൻ്റെ സീക്വൻസാണ് ഉണ്ടാവുന്ന പ്രോട്ടീനിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് പ്രോട്ടീനിലെ അമിനോ ആസിഡ് സീക്വൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്കറിയാം ആകെ 20 അമിനോ ആസിഡാണുള്ളത്. ആ 20 അമിനോ ആസിഡ് പല കോമ്പിനേഷനിൽ ചേർന്നിട്ടാണ് ഇന്ന് കാണുന്ന എല്ലാ ലക്ഷക്കണക്കിന് പ്രോട്ടീൻസും പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. അപ്പോൾ ഈ 20 അമിനോ ആസിഡ്സ് അത് ഏത് ഓർഡറിലാവണം എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് സീക്വൻസസ് ഇൻ ദ mRNA. mRNAയിലെ നൈട്രജൻ ബേസുകളുടെ സീക്വൻസുകളാണ് അമിനോ ആസിഡിൻ്റെ ഓർഡറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അമിനോ ആസിഡിൻ്റെ സീക്വൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വരേണ്ട അമിനോ ആസിഡ് ഏതാണ്, സെക്കൻഡ് വരുന്ന അമിനോ ആസിഡ് ഏതാണ്, തേർഡ് ഏതാണ്, എത്ര അമിനോ ആസിഡുകൾ വേണം, അതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ mRNAയിലെ കോഡോണുകളാണ്. അപ്പോൾ ആകെ 20 അമിനോ ആസിഡുകളുണ്ട്. mRNA ഹാസ് 4 നൈട്രജൻ ബേസസ്. ഏതൊക്കെയാണ്? അഡിനൈൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ. അപ്പോൾ 4 നൈട്രജൻ ബേസസ് 20 അമിനോ ആസിഡ്സ്. 4 നൈട്രജൻ ബേസസ് 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യണം. പിന്നെ പറയുന്നത് 3 ന്യൂക്ലിയോടൈഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കോഡോൺ.
3 ന്യൂക്ലിയോടൈഡ്സ് ആണ് ഒരു കോഡോൺ എന്ന് പറഞ്ഞ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ഒരു കോഡോൺ കോഡ്സ് ഫോർ എ പെർട്ടിക്കുലർ അമിനോ ആസിഡ്. അപ്പോൾ 64 കോഡോൺസ് പോസിബിൾ ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4⁻3. ആ 4 ഇസ് ദ നമ്പർ ഓഫ് നൈട്രജൻ ബേസസ്. 4 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നൈട്രജൻ ബേസ് എത്ര എണ്ണം ഉണ്ട്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡോണിലെ നൈട്രജൻ ബേസിൻ്റെ എണ്ണം. അതായത് എ സിംഗിൾ കോഡോൺ കോൺസ്റ്റിറ്റ്യൂട്ട് 3 നൈട്രജൻ ബേസസ്. സോ 4⁻3. That is 64 codons are possible for 20 amino acid. That is, a single amino acid can be coded by more than 1 codon. ആലോചിക്കുക, 20 അമിനോ ആസിഡേ ഉള്ളൂ, പക്ഷേ 64 കോഡോൺ ഉണ്ട്. അപ്പോൾ ഒരു അമിനോ ആസിഡിന് ഒന്നിലധികം കോഡോൺ പോസിബിളാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമ്മളെ സഹായിച്ചത് ഹർഗോവിൻ ഖൊറാനയുടെ RNA മോളിക്യൂൾ സിന്തസിസ് ആണ്. അതുപോലെ മാർഷൽ നിരൻബർഗ് സെൽ ഫ്രീ സിസ്റ്റം പ്രോട്ടീൻ സിന്തസിസ് നടത്തി. അതായത് ഔട്ട്സൈഡ് ദ സെൽ പ്രോട്ടീൻ സിന്തസിസ് കണ്ടക്ട് ചെയ്തു. അതുപോലെ ഒക്കാ എൻസൈം അത് സഹായിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ RNA പോളിമറൈസേഷൻ. നമുക്ക് ഡെഫിനറ്റ് സീക്വൻസ് ഉള്ള ഒരു RNA സിന്തസൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ, അതിന് സഹായിക്കുന്ന എൻസൈമാണ്. ഡെഫിനറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പ്രീ ഡിറ്റർമിൻഡ് ആണ് RNAയുടെ നൈട്രജൻ സീക്വൻസ്. അതിന് സഹായിക്കുന്ന എൻസൈമാണ് ഈ ഫോസ്ഫോറൈലേസ് എൻസൈം. പിന്നെ ജനറ്റിക് കോഡ് 3 നൈട്രജൻ ബേസാണ് ഒരു കോഡെന്ന് പറയുന്നത്. ദ സീക്വൻസ് ഓഫ് ബേസസ് ഡിറ്റർമിനിങ് എ സിംഗിൾ അമിനോ ആസിഡ് ഈസ് കോൾഡ് എ കോഡോൺ. നെക്സ്റ്റ് വരുന്നത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡാണ്. ജനറ്റിക് കോഡിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് കോഡോൺ ഈസ് ട്രിപ്ലെറ്റ്. അത് നമ്മൾ പറഞ്ഞു. ഒരു ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് 3 നൈട്രജൻ ബേസസ്. 61 കോഡോൺസ് കോഡ്സ് ഫോർ അമിനോ ആസിഡ്സ് ആൻഡ് 3 കോഡോൺസ് ഡു നോട്ട് കോഡ് ഫോർ എനി അമിനോ ആസിഡ്. അല്ലേ? നോക്കിയേ, ഇതിൽ 61 കോഡോൺസ്, ആകെ 64 ഉണ്ട്, 64 ഉണ്ട്. അതിൽ 61 കോഡ്സ് ഫോർ അമിനോ ആസിഡ്സ്, വൈൽ 3 ഏതൊക്കെയാണ്? 3 ഈ പറയുന്നതാണ് 3. ദീസ് 3 സ്റ്റോപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? ദീസ് 3 ഡസ് നോട്ട് കോഡ്സ് ഫോർ എനി അമിനോ ആസിഡ്. ദേ ആർ സ്റ്റോപ്പ് കോഡോൺസ് ഓർ ടെർമിനേറ്റർ കോഡോൺസ്. അതിവിടെ തന്നിട്ടുണ്ട്. 1 കോഡോൺ കോഡ്സ് ഫോർ ഓൺലി 1 അമിനോ ആസിഡ്. ഒരു സിംഗിൾ കോഡോൺ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുള്ളൂ. നോക്കിയേ, UUU ഇറ്റ് കോഡ്സ് ഫോർ ഫിനൈലലാനിൻ. നമുക്ക് ഈ ടേബിളിൽ എവിടെയും വേറൊരു UUU കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ CUU കോഡ്സ് ഫോർ ല്യൂസീൻ. വേറൊരു CUUനെ കാണാൻ പറ്റില്ല. വേറെ ല്യൂസീനെ കാണാൻ പറ്റും. അമിനോ ആസിഡിനെ സെയിം വേറെ കാണാൻ പറ്റും, പക്ഷേ കോഡോൺ റിപ്പീറ്റ് ചെയ്യില്ല. അതായത് സിംഗിൾ കോഡോൺ കോഡ്സ് ഫോർ ഓൺലി എ പെർട്ടിക്കുലർ അമിനോ ആസിഡ്. AUG കോഡ്സ് ഓൺലി ഫോർ മെഥിയോണിൻ. ഇല്ലെങ്കിൽ പ്രശ്നമല്ലേ? ഇല്ലെങ്കിൽ അമിനോ ആസിഡിൻ്റെ സീക്വൻസ് മാറിക്കൊണ്ടിരിക്കും. അതായത് ഇത് യൂണിവേഴ്സലാണ്. എവിടെ നമ്മൾ ലോകത്ത് എവിടെ പോയി AUG എന്ന് പറഞ്ഞാലും ഇറ്റ് കോഡ്സ് ഫോർ മെഥിയോണിനാണ്. അത് വേറൊരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യില്ല. അതാണ് ജനറ്റിക് കോഡ് യൂണിവേഴ്സലാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതുപോലെ ഇറ്റ് കോഡ്സ് ഓൺലി ഫോർ എ സിംഗിൾ അമിനോ ആസിഡ്. ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് അൺആംബിഗ്യുവസ് ആൻഡ് ഇറ്റ് ഈസ് സ്പെസിഫിക്. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ പർട്ടിക്കുലർ ആണ്. അപ്പോൾ AUG ഓൺലി കോഡ്സ് ഫോർ മെഥിയോണിൻ, അല്ലെങ്കിൽ UUU ഓൺലി കോഡ്സ് ഫോർ ഫിനൈലലാനിൻ, GGU ഓൺലി കോഡ്സ് ഫോർ ഗ്ലൈസീൻ. അതാണ് അൺആംബിഗ്യുവസ് ആൻഡ് സ്പെസിഫിക് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ. അൺആംബിഗ്യുവസ് ആൻഡ് സ്പെസിഫിക്. ആ പ്രോപ്പർട്ടിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുറേ എന്താ പറയുക UUU ഫിനൈലലാനിൻ എന്നൊക്കെ പറഞ്ഞ് തരും. എന്നിട്ട് പറയും ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ. ഈ പ്രോപ്പർട്ടിക്ക് എന്താണ് പറയുന്നത്? അപ്പോൾ അൺആംബിഗ്വിറ്റി അല്ലെങ്കിൽ അൺആംബിഗ്യുവസ് എന്നാണ് നിങ്ങൾ ആൻസർ എഴുതുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. ചില അമിനോ ആസിഡിനെ മോർ ദാൻ 1 കോഡോൺ കൊണ്ട് കോഡ് ചെയ്യാം. നോക്കിയേ, ഇപ്പോൾ അലാനിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ്, അതിനെ കോഡ് ചെയ്യാൻ 4 കോഡോൺ ഉണ്ടല്ലേ? GCU, GCC, GCA, GCG. ഈ 4 കോഡോണും കോഡ് ചെയ്യുന്നത് അലാനിനെയാണ്. അതാണ് ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ ഒന്നിലധികം കോഡോൺസ്.
ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഡീജനറസി. ഇതെപ്പോഴും മാറിപ്പോവാൻ സാധ്യതയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് അൺആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോഡോൺ കോഡ്സ് ഫോർ എ പെർട്ടിക്കുലർ അമിനോ ആസിഡ്. ഒരു സിംഗിൾ കോഡോൺ കോഡ്സ് ഫോർ എ പെർട്ടിക്കുലർ, ഒരു കോഡോൺ എപ്പോഴും സ്പെസിഫിക് ആയിരിക്കും. അത് ഒരു അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ. അതാണ് അൺആംബിഗ്വസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ ഒന്നിലധികം കോഡോൺസ് പോസിബിൾ ആണ്. പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും പറയുന്നു, എ സിംഗിൾ കോഡോൺ കോഡ്സ് ഓൺലി ഫോർ എ പെർട്ടിക്കുലർ അമിനോ ആസിഡ്. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് അൺആംബിഗ്വിറ്റി. ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുള്ളൂ. പക്ഷേ നേരെ തിരിച്ചു വരുമ്പോൾ, അതായത് എ സിംഗിൾ അമിനോ ആസിഡ് ക്യാൻ ബി കോഡഡ് ബൈ മോർ ദാൻ വൺ കോഡോൺസ്. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഡീജനറസി. ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ ഒന്നിലധികം കോഡോൺസ് പോസിബിൾ ആണ്. അതിനെയാണ് നമ്മൾ ഡീജനറസി എന്ന് പറയുന്നത്. ഓക്കെ, അൺആംബിഗ്വസ് ആൻഡ് ഡീജനറസ്. അത് ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് തന്നിട്ട് ആ പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ അൺആംബിഗ്വസ് ആണോ ഡീജനറേറ്റ് ആണോ നിങ്ങൾ തിരിച്ചറിയണം. കുറേ കോഡോൺ തന്നിട്ട് ഒരു അമിനോ ആസിഡിൻ്റെ പേര് തരികയാണെങ്കിൽ അത് ഡീജനറസിയാണ്. ഒരു കോഡോൺ തന്നിട്ട് ഒരു അമിനോ ആസിഡിൻ്റെ പേര് തരികയാണെങ്കിൽ അത് അൺആംബിഗ്വസ് ആണ്. അതെപ്പോഴും മാറിപ്പോവാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, കോഡോൺ ഈസ് റീഡ് ഇൻ mRNA ഇൻ എ കണ്ടിഗ്വസ് ഫാഷൻ. ദർ ഇസ് നോ പങ്ക്ച്വേഷൻസ്. അതായത് AUG, GCC, ACC, AUC ഇങ്ങനെയാണ് കോഡോൺ എന്ന് വിചാരിക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ടാണ് വായിച്ചു പോകുന്നത്. AUG, GCC, ACC, AUC എന്ന് പറഞ്ഞാൽ. അതല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് കോമയും കുത്തും ഒന്നും ഇല്ല, പങ്ക്ച്വേഷൻസ് ഒന്നുമില്ല, അതിനിടയ്ക്ക് ഒരു സ്റ്റോപ്പിംഗ് ഇല്ല. അതാണ് കണ്ടിഗ്വസ് ഫാഷൻ എന്ന് പറയുന്നത്. അടുത്തത്, കോഡ് ഇസ് യൂണിവേഴ്സൽ. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഒരു പെർട്ടിക്കുലർ കോഡോൺ കോഡ്സ് ഫോർ എ പെർട്ടിക്കുലർ അമിനോ ആസിഡ്. അല്ലെങ്കിൽ ഏത് ജീവിയിലും, ഇപ്പോൾ ഈക്കോളി ബാക്ടീരിയ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഹ്യൂമൻ ബീങ്സ്. അത് കോംപ്ലക്സിറ്റി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവർ ഓർഗാനിസവും ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയർ ഓർഗാനിസവുമാണ്. ബട്ട് ഇൻ ബോത്ത് കേസസ് AUG കോഡ്സ് ഫോർ മെഥിയോണിൻ ഓർ UUU കോഡ്സ് ഫോർ ഫിനൈലലാനിൻ. മനസ്സിലായോ? ഏത് ഓർഗാനിസത്തിനെടുത്താലും ലോകത്തെ എവിടെ പോയാലും ഒരു പെർട്ടിക്കുലർ കോഡോൺ കോഡ്സ് ഫോർ എ പെർട്ടിക്കുലർ അമിനോ ആസിഡ്. ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് യൂണിവേഴ്സൽ. ഓക്കെ, ഇനി അടുത്തതാണ് AUG ഹാസ് ഡ്യുവൽ ഫങ്ഷൻസ്. ഡ്യുവൽ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഫങ്ഷൻസ്. ഒന്ന്, ഈ ഡ്യുവൽ ഫങ്ഷൻസ് എന്നുള്ള വാക്ക് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. എവിടെയാണെന്ന് ആലോചിച്ച് നോക്കാം. ഒന്ന്, ഇറ്റ് കോഡ്സ് ഫോർ മെഥിയോണിൻ. നമ്മൾ നേരത്തെ കണ്ടു, AUG മെറ്റ് എന്ന് കണ്ടില്ലേ, മെഥിയോണിൻ. AUG കോഡ്സ് ഫോർ മെഥിയോണിൻ. ഓൾസോ ഇറ്റ് ആക്ട്സ് ആസ് ഇനീഷ്യേറ്റർ കോഡോൺ. ഇതാണ് ഫസ്റ്റ് കോഡോൺ, സ്റ്റാർട്ട് കോഡോൺ. അപ്പോൾ ഇതിന് രണ്ട് ഫങ്ഷൻ ഉണ്ട്. മനസ്സിലായോ? ഇതാണ് ജനറ്റിക് കോഡിൻ്റെ ഫീച്ചേഴ്സ്. ഡ്യുവൽ ഫങ്ഷൻസ് എവിടെയാണ് കണ്ടതെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ഒരു ക്ലൂ തരാം. നമ്മൾ DNA റെപ്ലിക്കേഷൻ പഠിച്ചപ്പോഴാണ് അത് കണ്ടത്. അതായത് ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ് ഹാസ് ഡ്യുവൽ ഫങ്ഷൻ. ഇറ്റ് ആക്ട്സ് ആസ് എ സബ്സ്ട്രേറ്റ് ഫോർ പോളിമറൈസേഷൻ റിയാക്ഷൻ ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് എനർജി ഫോർ പോളിമറൈസേഷൻ റിയാക്ഷൻ. കണ്ടിട്ടുണ്ട്, ഓർക്കുന്നില്ലാത്തവർ ആ DNA റെപ്ലിക്കേഷൻ ഒന്നെടുത്ത് നോക്കുക. അപ്പോൾ AUGക്ക് രണ്ട് ധർമ്മങ്ങളാണുള്ളത്, ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന്, ഇറ്റ് കോഡ്സ് ഫോർ മെഥിയോണിൻ. മെഥിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. ഓൾസോ ഇറ്റ് ആക്ട്സ് ആസ് ഇനീഷ്യേറ്റർ കോഡോൺ. ഇത് ഇനീഷ്യേറ്റർ കോഡോണായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ.